ഒരുപാട് വർഷങ്ങളായിട്ട് റീസൺ എന്താണെന്ന് പോലും അറിയാതെ പെയിൻ സഫർ ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ഡോക്ടറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഡോക്ടറിൻ്റെ അപ്രോച്ച് എങ്ങനെയാണ് ചികിത്സാ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെ ഒരു ക്രോണിക് പെയിൻ പേഷ്യൻ്റ് നമ്മുടെ പെയിൻ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പെയിൻ ജനറേറ്റർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ നടുവേദന എടുക്കുകയാണെങ്കിൽ തന്നെ അതിപ്പോൾ ഡിസ്കിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലമാണ്, അല്ലെങ്കിൽ കശേരുക്കളിൽ ഒരു പൊട്ടലുണ്ടായി, ഇതൊക്കെ നമുക്ക് എക്സ്റേയിലും MRIയിലും മനസ്സിലാവും. പക്ഷേ ഈ മസിലിൻ്റെയോ ഫേഷ്യയുടെയോ മറ്റ് പല പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്കത് MRIയിൽ മനസ്സിലാവില്ല. അപ്പോൾ അതുപോലുള്ള സിറ്റുവേഷൻസിൽ ആദ്യം നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എടുക്കുന്നത്, അതായത് ഡീറ്റെയിൽഡായിട്ട് ഈ രോഗലക്ഷണം എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളത് ഹിസ്റ്ററി എടുക്കുകയും പിന്നെ ഡീറ്റെയിൽഡായിട്ട് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സസ്പീഷൻ ഉണ്ടാകും, ഒരു ക്ലിനിക്കൽ സസ്പീഷൻ എന്തായിരിക്കാം രോഗകാരണം. പെയിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സുമായിട്ട് മുന്നോട്ട് പോകാം.